ഹായ്, ഇന്ന് നമ്മളിതാ വീണ്ടും നമുക്കൊരു കമ്പ് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഒരു എൽ ഷേപ്പിലുള്ള ഒരു കമ്പ് ഉണ്ട്. ഇത് വെച്ചിട്ട് നമ്മളൊരു അടിപൊളി ഐറ്റമാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം, ഇന്നത്തെ വീഡിയോ നോക്ക്. അപ്പോൾ ആദ്യം നമ്മളൊരു പ്ലൈവുഡ് പീസ് എടുത്തിട്ടുണ്ട്. 35 സെൻറ്റിമീറ്റർ നീളവും 25 സെൻറ്റിമീറ്റർ വീതിയാണ് ഇതിന് എടുത്തത്. പിന്നെ നമ്മുടെ മരക്കമ്പ് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മരക്കമ്പ്, നമ്മുടെ എൽ ഷേപ്പിലുള്ള മരക്കമ്പ് ഈ പ്ലൈവുഡ് പീസിൻ്റെ ഈ സൈഡിൽ നമുക്ക് നടുഭാഗത്തായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫെവിക്കോൾ ഇതിൻ്റെ അടിഭാഗത്ത് അപ്ലൈ ചെയ്ത ശേഷമാണ് നമ്മളിത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മരക്കമ്പിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തു. അതിന് ശേഷം നമ്മളിത് ഇതേപോലെ വെച്ച ശേഷം നമുക്ക് ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഒരു ഹോള് ചെയ്തിട്ട് നമ്മൾ ആണി ഉപയോഗിച്ചിട്ടാണ്, അതായത് 1.5 ഇഞ്ച് നെയ്സ് ആണി ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഫിറ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഒരാണി മാത്രമാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഇതേപോലെ കറക്റ്റ് വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ എൽ ഷേപ്പിലുള്ള ഈ കമ്പിൻ്റെ എൽ ഷേപ്പിലുള്ള ഭാഗം നമുക്ക് കറക്റ്റ് നമ്മുടെ പലകയുടെ നടുഭാഗത്തേക്ക് വരണം. ആ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ശേഷം നമ്മൾ കൂടുതൽ ആണി കൊടുത്ത് നന്നായിട്ട് ഇത് ബലപ്പെടുത്തി എടുക്കുന്നുണ്ട്. അടിഭാഗത്ത് നിന്നും സൈഡ് ഭാഗത്ത് നിന്നൊക്കെ ആണി കൊടുത്ത് നമ്മൾ അത് നന്നായിട്ട് ബലപ്പെടുത്തി എടുത്തു. ഇനി ഇതേപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നമ്മൾ മീനിനെയൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബൗളാണ്. അപ്പോൾ അത് നമ്മൾ 80 രൂപയാണ് ഈ ബൗളിൻ്റെ വില. ആ ബൗൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതൊരു കോട്ടൺ കയർ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ആ കോട്ടൺ കയർ ഇതേപോലെ നമ്മുടെ ബൗളിൻ്റെ ഉയരത്തിൻ്റെ 4 ഇരട്ടി നീളത്തിൽ നമ്മൾ കയർ എടുക്കുന്നുണ്ട്. ഇതേപോലെ മടക്കിയ ശേഷം ഇതിൻ്റെ, അതായത് ബൗളിൻ്റെ ഉയരത്തിൻ്റെ 4 ഇരട്ടി ഈ നീളത്തിലാണ് നമ്മൾ കയർ എടുക്കുന്നത്. അപ്പോൾ അതേപോലെ നമുക്ക് 8 പീസ് കയർ നമുക്ക് എടുക്കണം. ഈ നീളത്തിൽ നമുക്ക് 8 പീസ് കയർ എടുക്കണം. അത് 2ആയിട്ട് മടക്കിയിട്ടാണ് നമ്മൾ ഇതേപോലെയാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ 8 കയർ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് കോട്ടൺ കയറാണ് നമ്മൾ വാങ്ങിയത്. ഇത് നമുക്ക് ഈ കളറ് വെള്ള കളറിന് പകരം ബ്ലാക്ക് കളർ കിട്ടിയാൽ നല്ലതാണ്. ബ്ലാക്ക് കളർ കിട്ടാഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഈ വെള്ള കളർ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളിത് ഒരു കയറെടുത്തതിന് ശേഷം നമ്മുടെ ബൗളിൻ്റെ മുകൾ ഭാഗത്ത്, ആ കഴുത്ത് ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് കെട്ടിയെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കുറച്ച് ലൂസായിട്ടാണ് കെട്ടുന്നത്. അധികം ടൈറ്റായി നമ്മൾ കെട്ടരുത്, കാരണം നമുക്ക് നമ്മുടെ മറ്റേ കയർ ഇതിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ 8 പീസ് കട്ട് ചെയ്ത് വെച്ച 8 പീസിൽ ഇതേപോലെ കയറുകൾ നമ്മൾ 2ആയി മടക്കിയ ശേഷം ഇതിൻ്റെ ഉള്ളിലൂടെ ഇതേപോലെ കോർത്ത് നമ്മൾ എടുക്കുന്നുണ്ട്. ഇതേപോലെ കോർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 8 കയറും നമുക്ക് ഇതേപോലെ കോർത്തെടുക്കണം. അപ്പോൾ ഈ ബൗളിന് ചുറ്റും നമുക്ക് ഒരേ ഗ്യാപ്പ് അകലം വിട്ട് ഇതേപോലെ എല്ലാ കയറുകളും നമുക്ക് ഇതേപോലെ കോർത്തെടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത 8 കയറുകളും നമ്മൾ ഇതിൽ കോർത്തെടുത്തു. ഇതേപോലെ 2ആയി മടക്കി നമ്മൾ കോർത്തെടുത്തു. ഇനി നമ്മുടെ ആദ്യം നമ്മൾ കെട്ടിയ, അതായത് കഴുത്ത് ഭാഗത്ത് കെട്ടിയ, മുകൾ ഭാഗത്ത് കെട്ടിയ കെട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടി. ഇനി നമുക്ക് ഈ 2 ഭാഗത്ത് നിന്നും, അതായത് നമ്മൾ കോർത്തെടുത്ത ഓരോ കയറിൻ്റെ 2 കയർ ആണല്ലോ നമ്മൾ കോർത്തെടുത്തതിൽ വരുന്നത്. അപ്പോൾ ഓരോ ഭാഗത്ത് നിന്നും ഓരോ കയർ എടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കണം. ഇതേപോലെയാണ് നമുക്ക് കെട്ടിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എല്ലാ കയറും ഇതേപോലെ കെട്ടിയെടുക്കുക. അപ്പോൾ 2 ഭാഗത്ത് നിന്ന് ഓരോന്ന് എടുത്ത ശേഷം നമുക്ക് ഇതേപോലെ വെച്ച് നമുക്ക് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഒരേ അളവിലാണ് നമ്മളത് കെട്ടേണ്ടത്. അപ്പോൾ ഒരു റൗണ്ട് മുഴുവനായിട്ടും നമ്മൾ കെട്ടിയെടുത്തു.
ഇനി നമുക്ക് രണ്ടാമത്തെ റൗണ്ട് കെട്ടി വരണം. അപ്പോൾ അത് രണ്ട് ഭാഗത്തു നിന്ന് ഓരോ കയറെടുത്തതിന് ശേഷം ഇതൊരു ഡയമണ്ട് ആകൃതിയിൽ വരുന്ന രീതിയിലാണ് നമ്മൾ കെട്ടുന്നത്. ഇതേപോലെ നമുക്ക് കെട്ടിക്കൊടുക്കാം. അപ്പോൾ എല്ലാ കയറും നമുക്ക് ഇതേപോലെ തന്നെ കെട്ടിയെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ റൗണ്ട് നമ്മൾ മുഴുവനായിട്ടും കെട്ടിക്കഴിഞ്ഞ് ഇനി നമ്മൾ ഇതേപോലെ ഒരു കയറിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ബൗള് നമ്മൾ ഇതേപോലെ കമഴ്ത്തി വെച്ച ശേഷം നമ്മുടെ ഓരോ പീസ്, അതായത് നമ്മുടെ ഓരോ കയറും ഇതേപോലെ അടിഭാഗത്തെ നടുഭാഗത്തേക്ക് ഇതേപോലെ ചേർത്ത് പിടിച്ച ശേഷം നമുക്കൊന്ന് ടൈറ്റാക്കി ചേർത്ത് പിടിച്ചിട്ട് നമുക്ക് കെട്ടിയെടുക്കണം. അത് അടിഭാഗത്തേക്ക് നമുക്ക് ഓരോ കയറായിട്ട് ചേർത്ത് പിടിക്കാം. അത് ബൗളിൻ്റെ നടുഭാഗത്തേക്ക് വേണം നമുക്ക് പിടിക്കാൻ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ടൈറ്റായിട്ട് പിടിച്ച ശേഷം നമുക്ക് നമ്മുടെ എടുത്ത് വെച്ച ചെറിയ കയർ കൊണ്ട് നമുക്കതിൻ്റെ അടിഭാഗം ഇതേപോലെ ചുറ്റി കെട്ടിക്കൊടുക്കും. അപ്പോൾ അടിഭാഗം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നമ്മൾ കെട്ടിയെടുത്തു. ഇനി നമുക്കിതിൻ്റെ നമ്മുടെ അടിഭാഗത്ത് കെട്ടിയതിൻ്റെ ശേഷമുള്ള ഭാഗം നമ്മൾ അതായത് നമ്മുടെ കയറിൻ്റെ പിരി നമ്മൾ ഇതേപോലെ ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കയറിൻ്റെയും അടിഭാഗത്തേക്കുള്ള പിരി നമ്മൾ ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉടച്ചെടുത്തു. ഇനി നമുക്ക് അടിഭാഗത്ത് കൂടുതൽ നീളമുള്ള കയറ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്, ഒന്ന് കറക്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ബൗളിൻ്റെ അടിഭാഗത്ത് കയറ് നമ്മൾ ഇതേപോലെ പരത്തി വെച്ച ശേഷം അതിൻ്റെ നടുഭാഗത്ത് നമ്മൾ അതായത് ഫെവിക്കോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച്. അതായത് നമ്മുടെ കെട്ടൊന്നും അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ നമ്മുടെ കെട്ടിലും നമ്മൾ ഫെവിക്കോൾ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടിഭാഗത്തും അതേപോലെ തന്നെ മുകൾ ഭാഗത്ത് നമ്മുടെ കെട്ടിലും നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ 2 പീസ് കയർ നമ്മൾ വീണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമുക്ക് ഇതേപോലെ കോർത്തെടുക്കണം. 2 സൈഡിലായിട്ട് ഓപ്പോസിറ്റ് വരുന്ന രീതിയിൽ നേർക്ക് നേരെ 2 പീസ് നമ്മൾ കോർത്തെടുക്കുന്നു. ഇതേപോലെയാണ് നമ്മളത് കോർത്തെടുക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫിറ്റ് ചെയ്ത് വെച്ച നമ്മുടെ മരത്തിൻ്റെ കമ്പ്, പലകയും മരത്തിൻ്റെ കമ്പൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചല്ലോ, അത് എടുക്കുക. അതെടുത്ത ശേഷം നമ്മുടെ കമ്പിൻ്റെ മുകൾ ഭാഗത്ത് എൽ ഷേപ്പ് വരുന്ന ഈ ഭാഗത്ത് നമുക്കൊരു ഹോള് തയ്യാറാക്കണം. അപ്പോൾ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മൾ അവിടെ ഒരു ഹോള് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇതേപോലെ. ഇനി നമുക്ക് നമ്മുടെ മടഞ്ഞെടുത്ത ബൗള് നമുക്ക് ആ ഹോളിലൂടെ നമുക്ക് മുകളിലേക്കുള്ള കയറ് നമുക്ക് ഇതേപോലെ കോർത്തെടുക്കണം. കോർത്തതിന് ശേഷം നമ്മൾ കമ്പിൻ്റെ മുകൾ ഭാഗത്ത് ആ കയറുകൾ ചേർത്ത് കെട്ടിക്കൊടുക്കുന്നു. അപ്പോൾ ഇതേപോലെ മുകൾ ഭാഗത്ത് കെട്ടി നമ്മൾ ഇതിൽ നിർത്തിയിട്ടുണ്ട് നമ്മുടെ ബൗള്. ഇനി നമുക്ക് അടിഭാഗത്താണ് ചെയ്യാനുള്ളത്. അപ്പോൾ അടിഭാഗത്ത് ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ്, ഒരു വിട്ടുവീണ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് നമ്മൾ വാൾപുട്ടി ഉപയോഗിച്ചിട്ട് അത് അടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ ഒരു 6 പീസ് 10 സെൻറ്റിമീറ്റർ നീളത്തിൽ 6 പീസ് റീപ്പർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിൻ്റെ സൈഡിൽ ആയിട്ട് നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ പലകയുടെ അതായത് 35 സെൻറ്റിമീറ്റർ നീളം വരുന്ന ഭാഗത്ത് നമുക്ക് ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. സൈഡ് ഭാഗങ്ങൾ, അതായത് 2 സൈഡിലും ഒന്ന് നടുഭാഗത്തായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് മുള്ളാണി ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് 6 പീസ് റീപ്പർ നമ്മൾ ഫിറ്റ് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ സൈഡിലൂടെ നമുക്ക് റീപ്പർ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ കനം കുറഞ്ഞ റീപ്പർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതേപോലെ 2 പീസ് വീതം നമുക്ക് ഓരോ സൈഡിലും നമുക്ക് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ എല്ലാ ഭാഗത്തും നമ്മൾ റീപ്പർ ഇതേപോലെ കള്ളിയായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു. ഇതേപോലെ ഇനി നമ്മളൊരു 1 മീറ്റർ വയറിൽ നമ്മളൊരു ബൾബോർഡർ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതേ മുകൾ ഭാഗത്ത് നമ്മുടെ ഹോളിലൂടെ നമുക്ക് അതിനുള്ളിലൂടെ കോർത്തെടുക്കാം.
കോർത്തെടുത്ത് വൾ ബോർഡർ നമ്മുടെ ബൗളിനുള്ളിലേക്ക് റെഡിയാക്കി വെച്ച ശേഷം നമുക്ക് ഈ വയർ മരത്തിൻ്റെ ബാക്ക് സൈഡിലൂടെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വയറിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നമ്മളൊരു 2 പിന്നും ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന് പെയിൻറ്റ് അടിച്ചെടുക്കുക. അപ്പോൾ ആദ്യം നമ്മളൊരു ചുവന്ന കളർ പെയിൻറ്റ് നമ്മൾ ഇത് മുഴുവനായിട്ടും അടിച്ചെടുക്കുന്നുണ്ട്. ബൗളിനൊഴികെ കയറിലും പെയിൻറ്റ് ആവാതെ നമ്മൾ മുഴുവനായിട്ടും ഇതേപോലെ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചുവന്ന കളർ പെയിൻറ്റ് ഉണങ്ങിയ ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ മുഴുവനായിട്ടും സ്ലീക്ക് അടിച്ചെടുക്കുന്നുണ്ട്. സ്ലീക്കിൽ നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് ഇട്ടിച്ച ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്ലീക്ക് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതാ മുഴുവനായിട്ടും നമ്മൾ സ്ലീക്ക് അടിച്ചെടുത്തു. ഇനി ഇത് ഉണങ്ങിയിട്ടാണ് നമുക്ക് ബാക്കി ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഇതേപോലെ ഒരു ലീഫുകളുള്ള ഒരു വള്ളി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് ലീഫുകളും വള്ളികളുമാണ്. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ നമ്മുടെ ഈ കമ്പിൻ്റെ മുകളിൽ നമ്മളത് ചുറ്റി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇതേപോലെ. അപ്പോൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് നമ്മൾ അവിടെ ആയിട്ട് ഇത് ഒട്ടിച്ച് ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വള്ളിയൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതേപോലെ ഒരു സ്ക്വയർ പോട്ട് വാങ്ങിയ ശേഷം അതിൽ നമ്മളൊരു ഇതേപോലെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അത് നമ്മളൊരു പനയായിരുന്നു വെച്ചത്, അത് കുറച്ച് വലിപ്പം കൂടിപ്പോയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ പന ഒഴിവാക്കി നമ്മളൊരു ഇൻഡോർ പ്ലാന്റ് നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ. അപ്പോൾ രാത്രി കാലത്തെ കാഴ്ചയാണ് നമ്മൾ വലത് സൈഡ് കാണുന്നത്. അപ്പോൾ അത് നമ്മുടെ ടേബിൾ ലാമ്പ് ആൻഡ് പ്ലാന്റ് ഐഡിയ. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ഇതേപോലെ ഇൻഡോർ പ്ലാന്റുകളൊക്കെ വെക്കാം. അതേപോലെ ലാമ്പുമാണ് നമുക്ക്. അപ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് നിർമ്മിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ ഐഡിയ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക. അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.